സന്തോഷം, ഭയങ്കര സന്തോഷം. ഭയങ്കര ചിരിയുള്ള ഒരു ഓണച്ചിത്രം തന്നെയാണല്ലോ. അതെ അതെ അതെ, ഭയങ്കര സന്തോഷം. എല്ലാ തവണത്തെയും പോലെ സന്തോഷം. താങ്ക് യു. വീണ്ടും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വീണ്ടും ഒരു വർക്കൗട്ട്. അതെ അതെ അതെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും പടം കണ്ടിട്ട് പറയും, നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഡേ കണ്ടതിൻ്റെ സന്തോഷത്തിലിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യെസ് 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 യെസ്, അതാണ് ഒരു റൈറ്റ് ഫ്ലേവർ എന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒന്നുമില്ല, പടം കാണുക, എന്താണെങ്കിലും അറിയിക്കുക, ഇഷ്ടമാവുന്നു ഉറപ്പാണ്. ഇപ്പോൾ നിവിൻ ചേട്ടൻ ഇപ്പോൾ കഴിഞ്ഞ സർവമായി അത് കഴിഞ്ഞിട്ട് ഇത് പരുവത്തിനും ഒരു ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾ വീണ്ടും അതിനകത്തില്ല, ഇതിനകത്ത് ഭയങ്കര കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അയ്യോ, നിവിൻ ചേട്ടൻ്റെ കൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു, സന്തോഷം. ഇപ്പോഴായതുകൊണ്ടേ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ പടം കാണും. അതുകൊണ്ടാണൊന്നും പറയാൻ പറ്റാത്തത്. എന്തായാലും നിങ്ങൾ പടം കാണും. താങ്ക് യു. പടം നല്ല പടം, ഭയങ്കര ഒരു ഫാമിലി എന്റർടൈനർ പരിപാടിയാണ്. അതെയോ? അതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ? താങ്ക് യു. മൊത്തത്തിൽ എല്ലാവരും ചിരിപ്പിക്കും, ഇമോഷണൽ ആക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഹാപ്പിയാണോ? തീർച്ചയായിട്ടും ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. ഈ ഓണം മൊത്തത്തിൽ അതെ, ഓരോ പടങ്ങളും ഇങ്ങനെ വരുന്നു. എന്തോ ഒരു സെക്കൻഡ്, നിങ്ങൾ കുറച്ചൊന്ന് സന്തോഷം. കുറേ നാൾ ഷൂട്ട് ചെയ്തൊരു പടമാണ്. ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. അതെ 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 അതെ, അതിൽ നിന്ന് മാറിയിട്ടുള്ള സ്വഭാവത്തിൽ എവിടെയൊക്കെ സാമ്യം ഉണ്ടെങ്കിലും അതൊരു സിറ്റി ബേസ്ഡ് ആളായിരുന്നു. ഇതിലൊരു നാടൻ ആളാണ്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ വേറൊരു മൂഡിലുള്ള ഒരാളാണ്. അപ്പോൾ ഈ ക്യാരക്ടറിനെ വിളിച്ചപ്പോൾ തന്നെ ഗിരീഷ് വിളിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത് ഉറപ്പായിട്ട് ആ ക്ലൈമാക്സിൽ പ്രത്യേകിച്ച് ഒരുപാട് നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. നമ്മൾ അതെ അതെ, കാരണം ഫസ്റ്റ് ആളെ കാണിക്കുമ്പോൾ തന്നെ ചെറിയൊരു ഗ്ലിംസ്, അതാണ് ഒരു എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ. അത് ഇതിപ്പോ നമ്മളാൾക്കാരാണ് കണ്ടത്, അതുകൊണ്ട് അറിയില്ല. എന്നാണ് എനിക്ക് തോന്നുന്നു മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങി. അതെ 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 അതെ, അത് നമുക്ക് ഭയങ്കരമായിട്ട് വൈബ് കിട്ടി. കാരണം പ്രേമലു കണ്ടപ്പോഴും ഇതേപോലെ ഒരു വൈബ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ. ഇവിടെ ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ഫസ്റ്റ് ഷോട്ട് തന്നെ നിവിൻ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് അത് ചൊറിയുന്നൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ഈ മനുഷ്യനെ കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ നമ്മളൊക്കെ ഒരു സമയത്ത് പ്രേമം കണ്ടിട്ട് അത്രയും ആരാധനയോടെ ഇരുന്ന ആളല്ലേ. ആദ്യമായിട്ട് കണ്ടത് തന്നെ ഒരു അങ്ങനത്തെ ഒരു ഷോട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര ചില്ലാണ് പുള്ളി. നമ്മളത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് പുള്ളി. ഞാനോ? അയ്യോ അല്ലല്ല, ഞാൻ ഭയങ്കര പാവം. സിനിമയിൽ മാത്രമേ ഉള്ളൂ. താങ്ക് യു എല്ലാവരും കാണുക, സിനിമ തിയേറ്ററിൽ വന്ന് കാണാം. ഓണത്തിന് എനിക്ക് ഒന്ന് ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയിൽ. എനിക്ക് തോന്നുന്നു ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും ആ സിറ്റുവേഷൻസ് കോമഡി ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് ചിരി വരുന്ന രീതിയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും എൻജോയ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ, അത് ഒരു ഹോം കമ്മിങ് ഫീൽ തന്നെ ആയിരുന്നു. കാരണം ഗിരീഷിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു ടെൻഷനും ഉണ്ടാവാറില്ല, അത്രയും കംഫർട്ടബിൾ ആണ്. ഇതിലൊരുപാട് സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പ്രേമലൂരിൽ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ആ ഒരു മൂഡിൽ തന്നെയാണ് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തത്. ഫെസ്റ്റിവൽ മൂവി കൂടിയാണ്. അപ്പോൾ ഓണത്തിൽ എന്താണ് പറയാനുള്ളത്? എല്ലാവരും കാണുക, തിയേറ്ററിൽ വന്നിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.